ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് 25 നടക്കാൻ പോകുന്ന CSEB പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക്? 15 ദിവസമാണ് നമ്മുടെ മുന്നിൽ ഈ പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഈ 15 ദിവസം ഏതെല്ലാം ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കണം? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം ചോദ്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം PYQ ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. ദ പ്രാക്ടീസ് ഓഫ് മാരിയിങ് വൺ അറ്റ് എ ടൈം, ഒരു സമയം ഒരാളെ മാത്രം കല്യാണം കഴിക്കുന്ന ആ ഒരു പ്രാക്ടീസിന് പറയുന്ന പേരെന്താണ്? ബൈഗമി ആണോ, മോണോഗമി ആണോ, പോളിഗമി ആണോ, പോളിയാൻഡ്രി ആണോ? എല്ലാ വാക്കുകളുടെ അർത്ഥം നമുക്ക് പഠിക്കുക എന്ന് പറയുന്ന പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഗമി എന്ന് എൻഡ് ചെയ്യുന്ന വാക്ക് മാരേജിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, GAMY ഗമി എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? മാരേജിനെ സൂചിപ്പിക്കുന്നു. സോ ബൈഗമി, ബൈ മീൻസ് ടു, അപ്പം 2 വിവാഹം കഴിക്കുന്നതാണ് ബൈഗമി, അല്ലെ? മോണോഗമി, ഒറ്റ കല്യാണം കഴിക്കുന്നതാണ് മോണോഗമി. അതുപോലെ പോളിഗമി, ഒരുപാട്, മോർ ദാൻ, അല്ലെ? മോർ ദാൻ വൺ, അത് എത്ര വേണമെങ്കിലും ആവാം. ബഹു ഭാര്യ അല്ലെങ്കിൽ ബഹു വിവാഹം, അല്ലെ? അപ്പൊ അതാണ് പോളിഗമി എന്ന് പറയുന്നത്. ഇനി പോളി ആൻഡ്രി നോക്കിക്കേ. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. ഈ ANDR ആൻഡ്രോ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, എന്താ ഫിലാന്ത്രോപ്പിസ്റ്റ്? മനുഷ്യ സ്നേഹി. മിസാന്ത്രോപ്പിസ്റ്റ് എന്താണ്? മനുഷ്യ വിരോധി. അവിടെ ഫിലാന്ത്രോപ്പിസ്റ്റില് ANTHRO, അല്ലെ? ഇതാണ് അവിടെ കിടക്കുന്ന വാക്ക്. അതല്ല പക്ഷെ ഇവിടെ കിടക്കുന്ന വാക്ക്, ഇവിടെ ANDR ആണ്. സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഇത് മനുഷ്യൻ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു എങ്കിൽ, അതായത് എവിടെ നിങ്ങൾ ANTHRO ആൻഡ്രോ എന്ന വാക്ക് കേൾക്കുമ്പോഴും മനുഷ്യൻ എന്ന് ചിന്തിക്കുമ്പം ഇവിടെ ANDR ആണ് കിടക്കുന്നത്, പുരുഷൻ എന്ന് ചിന്തിക്കുക. സോ പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പുരുഷന്മാരെ സ്നേഹിക്കുന്ന ആളെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളെന്നോ അങ്ങനെ. അപ്പൊ പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ആൻഡ്രൂസ് എന്ന് ചിന്തിക്കുക, പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ ആൻഡ്രൂസ്. ആ പേര് അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്നുമല്ല നമ്മളോട് ചോദിച്ചിരുന്നത്. ദ പ്രാക്ടീസ് ഓഫ് മാരിയിങ് വൺ അറ്റ് എ ടൈം, ഒറ്റ ആളെ ഒരു സമയം കല്യാണം കഴിക്കുന്നത് എന്താണ്? മോണോഗമി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും എല്ലാ വാക്കുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ചില വാക്കുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ റീസെന്റ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പൊ കഴിഞ്ഞ ഒരു LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ക്വിന്റ് എസെൻഷ്യലിന്റെ സ്പെല്ലിംഗ്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ക്വിന്റ് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത്യാവശ്യം. അത് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം, പരമപ്രധാനം. മനസ്സിലായോ? അപ്പൊ ആ ബേസ് വേർഡ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Choose the correct form of verb given in the bracket. I was very grateful that he dashed my computer so promptly. I was very grateful. ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. എന്തുകൊണ്ട്? അവൻ എൻ്റെ കമ്പ്യൂട്ടർ ഇത്രയും പ്രോംപ്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്തത് കൊണ്ട്. റിപ്പയർസ് ആണോ, വിൽ ബി റിപ്പയറിംഗ് ആണോ, വിൽ റിപ്പയർ ആണോ, റിപ്പയർഡ് ആണോ? നിങ്ങൾക്ക് ടെൻസിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിക്കൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെന്റൻസിൽ കഴിയുന്നതും ഒരേ ടെൻസ് തന്നെ വരണം. ഫോർ എക്സാമ്പിൾ, ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ. വാസ് പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ? അപ്പൊ ഈ സാധനം കഴിഞ്ഞു. തീർച്ചയായിട്ടും അപ്പുറത്ത് വരുന്ന എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം, അല്ലെ? സോ ഇത് തെറ്റാണ്. ഇത് പ്രസന്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണ്, ഇത് ഫ്യൂച്ചർ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഒറ്റ പാസ്റ്റ് ടെൻസേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഒറ്റ പോയിന്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുക? റിപ്പയർഡ് പാസ്റ്റ് ടെൻസ്. മനസ്സിലായോ? സോ I was very grateful that he repaired my computer so promptly. കണ്ടോ, വാസ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ഭാഗമാണ് ടെൻസ്. മനസ്സിലായോ? ടെൻസ് പഠിക്കണം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ടാഗ് നിർബന്ധമായിട്ടും പഠിക്കണം. ഫ്രേസൽ വെർബ് നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെയാണ് ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാവർക്കും മനസ്സിലാവും മേക്കിന്റെ കൂടെ എന്ത് വരുന്നു, അല്ലെ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു 3-4 ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ അത് എവിടുന്നാ പഠിക്കുന്നത്? അതിന്റെ കൂടെ ING ആണോ, ബെയർ ഇൻഫിനിറ്റി ആണോ, ടു ആണോ വരുന്നത് എന്നുള്ളത്? ജെറണ്ട് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ അത് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ടോപ്പിക്സ്, അതുപോലെ ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രപ്പോസിഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ടെൻസ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
കണ്ടോ, ഇഫ് ക്ലോസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇഫ് യുവർ പാത്ത് ഈസ് ബീങ് ബ്ലോക്ക്ഡ് ഐ ഡാഷ് മൈ വെഹിക്കിൾ ഔട്ട് ഓഫ് യുവർ വേ. ഇഫ് യുവർ പാത്ത് ഈസ് ബീങ് ബ്ലോക്ക്ഡ്, നമുക്കറിയാം ഇഫിന് 3 കണ്ടീഷൻ പഠിച്ചാൽ മതി അല്ലെ. എന്താണ് ആ 3 കണ്ടീഷൻ? ഇഫ് ക്ലോസിനോടൊപ്പം പ്രസന്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ, ഇഫ് ക്ലോസിനോടൊപ്പം പ്രസന്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരണം? മെയിൻ ക്ലോസിൽ എന്ത് വരണം? വില്ലോ, ഷാലോ, ക്യാനോ, മേയോ എന്തെങ്കിലും വരണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹാവ് വരാൻ പാടില്ല, ഇവിടെ വില്ലൊന്നുമില്ല, ഇവിടെ ഇല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. എലിമിനേറ്റ് ചെയ്ത് മാത്രം ഉത്തരത്തിലേക്ക് വന്നാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എലിമിനേറ്റ് ചെയ്ത് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. സോ ഓപ്ഷൻ സി ആണ്. ഇഫ് യുവർ പാത്ത് ഈസ് ബീങ് ബ്ലോക്ക്ഡ് ഐ വിൽ മൂവ്. കണ്ടോ, ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ മാറിയേനെ, ഐ വുഡ് മൂവ് ആയേനെ. മനസ്സിലായോ? ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് വിൽ മൂവ് എന്ന് വന്നത്. ഓക്കെ, അടുത്തത് ആഫ്റ്റർ ഡാഷ് ദി വർക്ക് ദേ ലെറ്റ് ദി വാട്ടർ ഫോൾ ഓൺ ദി വുഡൻ ഫ്ലോർ. ആ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തെ അവര് വുഡൻ ഫ്ലോറിൽ വീഴാൻ അനുവദിച്ചു, അല്ലെങ്കിൽ വീഴാൻ തുറന്നു വിട്ടു എന്നുള്ള രീതിയിൽ അല്ലെ. സോ ആഫ്റ്റർ ഡാഷ് ദി വർക്ക്, ആഫ്റ്റർ ഫിനിഷിംഗ് ദി വർക്ക്, ആഫ്റ്റർ ഫിനിഷിംഗ് ദി വർക്ക് അല്ലെ. ആഫ്റ്റർ ഫിനിഷ്ഡ് എന്ന് പറയുമോ? പറ്റുമോ? വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. സോ ആഫ്റ്റർ ഫിനിഷിംഗ് ദി വർക്ക് ദേ ലെറ്റ് ദി വാട്ടർ fall on the wooden floor. Okay, so answer is option B. ഇതൊക്കെ 2022 ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ലൈക്ക് ടു ഡാഷ് വെൻ ഐ ആം അലോൺ. ഐ ലൈക്ക് ടു ഡാഷ് വെൻ ഐ ആം അലോൺ. നോക്കിക്കേ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടത്. അതായത് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ് ജെറണ്ടും ഇൻഫിനിറ്റീവും. അതായത് എവിടെ നമ്മൾ ING ഫോം ഉപയോഗിക്കണം, എവിടെ നമ്മൾ ടു ഉപയോഗിക്കണം, എവിടെ നമ്മൾ അത് ഉപയോഗിക്കേണ്ട. ശരിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ ചോദിച്ചത്. ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ മെയ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19-ാം തീയതി കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് 4 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഈ വാക്കുകൾ എന്തൊക്കെയാണ്? ലൈക്ക്, ഡിസ്ലൈക്ക്, ലവ്, ഹെയ്റ്റ്, എൻജോയ്, റിമെമ്പർ, സജസ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റിക് വേർഡ്സ് ഉണ്ട്. ഇതിന്റെ കൂടെ ജെറണ്ട് ING ഫോം ആണ് വരിക. മനസ്സിലായോ? കുറെ വാക്കുകളുണ്ട്, ഞാൻ ഏതാനും കുറച്ച് വാക്കുകളാണ് പെട്ടെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? ലൈക്ക്, ലവ്, ഡിസ്ലൈക്ക്, ഹെയ്റ്റ്, സജസ്റ്റ്, റിമെമ്പർ, എൻജോയ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള വാക്കുകളോടൊപ്പം നമുക്ക് ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പറയും ഹാഡ് ബെറ്ററിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം യൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് യൂസേജസ് ഉണ്ട്. ഈ യൂസേജസിനോടൊപ്പം തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എവിടെ നമ്മൾ ടു ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കേണ്ട. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാറ്റേൺ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ ചെറിയൊരു പാറ്റേൺ ചേഞ്ച് ഉണ്ട്. ഐ ലൈക്ക് ടു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ജെറണ്ട് അവിടെ ഉപയോഗിക്കാമായിരുന്നു. ഐ ലൈക്ക് സിംഗിങ് വെൻ ഐ ആം അലോൺ. പക്ഷെ അവിടെ ടു ഉണ്ട്. ടുവിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തേ വരുള്ളൂ? 2 + V1 ഫോമേ വരുള്ളൂ. ഐ ലൈക്ക് ടു സിംഗ് വെൻ ഐ ആം അലോൺ. ഐ ലൈക്ക് ടു സിംഗ് വെൻ ഐ ആം അലോൺ. അടുത്തത് 10 ന്യൂ മെമ്പേഴ്സ് ഹാവ് എൻറോൾഡ് ആൻഡ് 7 ഡാഷ് റിസൈൻ. റിസൈൻ്റെ ഏത് ഫോം വേണം? നോക്കിക്കേ, വളരെ ഈസിയാണ്. 2 കാര്യങ്ങൾ അല്ലെ. 10 പേരുടെ കാര്യം ഒരു രീതിയിൽ, പിന്നെ ഒരു 7 പേരുടെ കാര്യം വേറൊരു രീതിയിൽ. അപ്പൊ എന്താണോ ഇവിടെ കിടക്കുന്നത് അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പുറത്ത് വരേണ്ടത് അല്ലെ. 10 ന്യൂ മെമ്പേഴ്സ് ഹാവ് എൻറോൾഡ്, പക്ഷെ 7 പേര് റിസൈൻ ചെയ്തു. ആ ഒരു വെർബ് വേറെയാന്നേ ഉള്ളൂ, പക്ഷെ ഒരേ രീതിയിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തേ വരുള്ളൂ? ഹാവ് റിസൈൻ. 10 ന്യൂ മെമ്പേഴ്സ് ഹാവ് എൻറോൾഡ് ആൻഡ് 7 ഹാവ് റിസൈൻഡ്. കേട്ടോ? ഇനി അടുത്തത് ഐ ഡാഷ് മൈ ഹോംവർക്ക് വെൻ ഹി കോൾഡ്. ഐ ഡാഷ് മൈ ഹോംവർക്ക് വെൻ ഹി കോൾഡ്. വീണ്ടും ടെൻസിൽ നിന്നുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടെൻസിലെ ക്വസ്റ്റ്യൻ വന്നാൽ ട്രൈ ടു ഐഡന്റിഫൈ ദി കീവേഡ്. അവിടുത്തെ കീവേഡ് എന്താണെന്നാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കീവേഡ് എന്താണെന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ കീവേഡ് എന്താണ്? ദാ വെൻ അല്ലെങ്കിൽ വൈൽ. വെൻ അല്ലെങ്കിൽ വൈൽ വരുമ്പം എപ്പോഴും അങ്ങനെ വരണം എന്നില്ല. ഇത് എന്താ പറയാ, ഒരു ടിപ്പാണ്. മനസ്സിലായോ? ഇത് ഇങ്ങനെ ആവുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു ടിപ്പ് മാത്രമാണ്. സോ വെൻ അല്ലെങ്കിൽ വൈൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സെന്റൻസിൽ പറയുന്നത് ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് പാരലൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന കാര്യങ്ങൾ വല്ലതാണോ പറയുന്നേ നോക്കുക. ഇപ്പൊ നോക്കിക്കേ, അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ.
ചെയ്യുമായിരുന്നു, കുറച്ച് നേരമായിട്ട് ചെയ്തു എന്നല്ല പറഞ്ഞേ, അവൻ വിളിച്ചപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൻ വിളിച്ചു എന്ന പാസ്റ്റ് ടെൻസിനോടൊപ്പം പാരലൽ ആയിട്ട് ആ സമയത്ത് നടന്നൊരു കാര്യമാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കണം? വെന്നോ വൈലോ വന്നാൽ ഒരു ഭാഗം കണ്ടോ സിമ്പിൾ പാസ്റ്റ്, ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റും മറ്റേ ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസും വരണം. സോ ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക് വെൻ ഹി കോൾഡ് മീ. ഇപ്പൊ വെൻ അല്ലെങ്കിൽ വൈൽ വന്നാൽ ഒരു പോയിന്റ് ഓഫ് ആക്ഷൻ പറയുമ്പം അതിന് പാരലായിട്ട് അന്ന് നടന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റിലും മറ്റേ ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസിലും നടക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് 15 ദിവസമാണ്. ഇപ്പൊ ഇംഗ്ലീഷ് എന്തെല്ലാം പഠിക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് ടോപ്പിക്സ് നേരത്തെ പറഞ്ഞിരുന്നു. ടെൻസ് പഠിക്കണം, അതുപോലെ തന്നെ ജെറൻഡ് ഇൻഫിനിറ്റി, അത് ഇപ്പൊ വന്നൊരു ട്രെൻഡാണ്. കഴിഞ്ഞ എക്സാമിനാണ് 4 ക്വസ്റ്റ്യൻ കയറി വന്നത്. അപ്പൊ അത് നമ്മൾ നമ്മുടെ പാറ്റേൺ ചേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യണം വേണ്ടേ. അതേപോലെ തന്നെ എന്താ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ്, ഫ്രേസൽ വെർബ്, ഇഫ് ക്ലോസ്, ഇതിനൊക്കെ എന്തായാലും ഷുവർ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുഴപ്പം നമ്മൾ പലപ്പോഴും കാണാറില്ല, സബ്ജക്റ്റ് പഠിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കാണുക. തീർച്ചയായിട്ടും സബ്ജക്റ്റ് പഠിക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ GK-ക്കും ഇംഗ്ലീഷിനും മാത്സിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്തൊരു റിവിഷനാണ് ഇനിയുള്ള 15 ദിവസം നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ CCയുടെ ബൂസ്റ്റർ കോഴ്സ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും ഉദ്യോഗാർത്ഥികൾ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ കോൾ വന്ന ഒരു സംഭവമാണ് നമ്മുടെ CCയുടെ CSEB ബൂസ്റ്റർ. അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 12-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 10 ദിവസം 20 മണിക്കൂർ ക്ലാസ്, ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് ഈ ജനറൽ പേപ്പറും ഇംഗ്ലീഷും മാത്സും നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സും അടങ്ങുന്ന 20 മണിക്കൂറത്തെ എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷൻ. വെറുതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അല്ലെ, വരുന്ന പാറ്റേൺ ചേഞ്ചും കൂടി നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ആ ഒരു പാറ്റേൺ ചേഞ്ചിനെ മുൻനിർത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ട് ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മാക്സിമം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ CSEBയുടെ ബൂസ്റ്റർ ഈ 12-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ ബൂസ്റ്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ 20 മണിക്കൂർ മതി നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും, 2 മണിക്കൂർ ലൈവിലിരുന്ന് പഠിച്ച് പിന്നെ അതിൻ്റെ വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട, തുച്ഛമായ സമയം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങ് പെട്ടെന്ന് പോകുന്നുള്ള നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസിൽ കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ഷാജഹാൻ ഡാഷ് താജ്മഹൽ. കണ്ടോ, ഇത് എപ്പോഴും പിള്ളേർ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കണ്ടോ, അപ്പൊ അവിടെ എന്താ വരിക? ഷാജഹാൻ ഡാഷ് താജ്മഹൽ. നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കിക്കേ, എന്താ നിങ്ങൾ ഇവിടെ ഉത്തരം എഴുതുക? ഒന്ന് പറയാമോ? നിങ്ങളിൽ പലരും എനിക്ക് ഉറപ്പാണ് ഉത്തരം പറയുക ഒന്നുകിൽ ഹാഡ് ബിൽറ്റ് പറയും, അല്ലെങ്കിൽ ബിൽഡഡ് പറയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഹാഡ് ബിൽഡ് ആയിരിക്കും നിങ്ങളിൽ ഒരുപാട് പേര് ഉത്തരം പറയുക. പക്ഷെ മക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത് പാസ്റ്റാണ് അല്ലെ. ഷാജഹാൻ പണ്ടാണ് താജ്മഹൽ ബിൽഡ് ചെയ്തത്, ഇപ്പോഴല്ല. അപ്പൊ ഈ കാര്യം പറയുമ്പോൾ, അതായത് പാസ്റ്റ് ആക്ഷൻ പറയുമ്പോൾ 2 രീതിയിൽ എനിക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ടൈം സ്പെസിഫൈ ചെയ്ത് പറയാം, ടൈം സ്പെസിഫൈ ചെയ്ത് പറയാം. ടൈം സ്പെസിഫൈ ചെയ്ത് പറയാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ് ഷാജഹാൻ ബിൽഡ് താജ്മഹൽ ഇൻ ഏതെങ്കിലും ഒരു ഇയർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാനിപ്പം എക്സ് എന്ന് പറയുന്നൊരു ഇയർ പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈം ഞാൻ അവിടെ പറയുക, മനസ്സിലായോ? അങ്ങനെ ടൈം പറയുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് വേണം? സിമ്പിൾ പാസ്റ്റ് വേണം. ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടൈം പറഞ്ഞിട്ടില്ല. അപ്പം സിമ്പിൾ പാസ്റ്റ് അല്ല അല്ലെ. ഇനി BUILD ബിൽഡ് എന്ന വേർഡ് D ആണ്. D എന്ന് പറയുന്നത് പാസ്റ്റ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് BUILT ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം T വരണം. ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഹാഡ് ബിൽഡ് തെറ്റാണ്. ഒരിക്കലും ഹാഡിന്റെ കൂടെ എന്ത് വരില്ല? V1 V2 V3 എന്തേ വരത്തുള്ളൂ? V3 വരത്തുള്ളൂ. അതും ബിൽട്ടിൻ്റെത് T ആണ് V3 വരേണ്ടത്. അപ്പൊ അത് തെറ്റ്. ഇനി ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ടോ? ടൈം പറഞ്ഞിട്ടില്ല. സോ ഇത് തെറ്റാണ്, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ബിൽഡഡ് ഓൾറെഡി തെറ്റാണ്, ബിൽഡിംഗ് ഓൾറെഡി തെറ്റാണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ആക്ഷൻ 2 രീതിയിൽ പറയാം. ഒന്ന് ടൈം പറഞ്ഞ, അതായത് ഇൻ ഇത്രാമത്തെ വർഷം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ നമുക്ക് പറയാൻ പറ്റണം അല്ലെ. ടൈം പറയാൻ പറ്റുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറയാൻ പറ്റും. ടൈം പറയുന്നില്ല എങ്കിൽ ഷാജഹാൻ ആണ്
താജ്മഹൽ പണിതത് എന്ന് പറയുമ്പം അവിടെ എപ്പോൾ എന്നുള്ളതിനല്ല പ്രാധാന്യം, ആര് എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. ടൈം ഇല്ല, അങ്ങനെ ടൈം ഇല്ല എങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കണം പറയുന്നത്. അപ്പോൾ ആ ഓപ്ഷൻസ് ഇവിടെ ഇല്ല, തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ഷാജഹാൻ ഹാസ് ബിൽഡ്. കേട്ടോ, ഷാജഹാൻ ഹാസ് ബിൽഡ് താജ്മഹൽ. മനസ്സിലായോ? അപ്പൊ എപ്പോൾ, ഇൻ ഇത്രാമത്തെ വർഷമെന്നോ ഇത്രാമത്തെ സമയമെന്നോ എന്തേലും ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ബിൽഡ് മാത്രം മതി. പക്ഷെ ടൈം ഇല്ല എങ്കിൽ അവിടെ വരേണ്ടത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ഷാജഹാൻ സിംഗുലർ ആണ്, ഹാസ് ബിൽഡ്. ഇപ്പം ഒന്നിലധികം ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഹാവ് ബിൽഡ് വരും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട ടെൻസിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ടോം ഡാഷ് ഫോർ 2 hours. ടോം ഡാഷ് ഫോർ 2 hours. എപ്പോഴും ഞാൻ പറയുന്നത് ടെൻസിൽ കീവേഡ് ഉണ്ട് എന്ന്. ഇപ്പൊ നേരത്തെ സെന്റൻസിൽ എന്തായിരുന്നു കീവേഡ്? ടൈം ഇല്ല എന്നുള്ളതാണ് കീവേഡ്. അതേപോലെ ഇവിടുത്തെ കീവേഡ് എന്താണ്? ഫോർ ആണ്. വെറുതെ ഫോർ അല്ല, ഫോറിന്റെ കൂടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പം ആദ്യത്തെ റൂള് ആ സെന്റൻസ് എന്തിലായിരിക്കണം? പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. എന്തിലായിരിക്കണം? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോ നമ്മുടെ സെന്റൻസ് എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇതല്ല അത്രയും നമുക്ക് ഉറപ്പിക്കാം. കാരണം ഏതൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഹാസും ഹാവോ ഹാഡോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വരണം. അപ്പൊ ഇതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനിയുള്ളത് ഹാഡ് സ്റ്റഡീഡ് ഉണ്ട്, ഹാസ് ബീൻ സ്റ്റഡീഡ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ടോം 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആണ്, ഇപ്പൊ പഠിക്കുന്നില്ല എന്നുള്ളതില്ലല്ലോ, ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ടോം ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. ടോം ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഹാഡ് സ്റ്റഡീഡ് വേണ്ട. ഇപ്പൊ പഠിക്കുന്നില്ല എന്നായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു, പക്ഷെ ഇവിടെ എപ്പോഴും പഠിക്കുന്നുണ്ട്. സോ ഹാസ് ബീൻ സ്റ്റഡിയിങ്. ഇപ്പൊ പല കുട്ടികളും ചെയ്യുന്ന ടോം ഈ സ്റ്റഡിയിങ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? പറഞ്ഞു നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല. പക്ഷേ ഗ്രമാറ്റിക്കലി നമ്മുടെ മാർക്ക് പോവും എപ്പോ സിൻസോ ഫോറോ വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്തുപയോഗിച്ചില്ല എങ്കിൽ? പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചില്ല എങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, വി ഡാഷ് അവർ ഗ്രാൻഡ് പാരന്റ്സ് എവറി വീക്കെൻഡ് അല്ലെ. സ്ഥിരമായിട്ട് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. സോ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ വി എന്ത് വരണം? വിസിറ്റ് ആണോ, വിസിറ്റഡ് ആണോ, വിസിറ്റിംഗ് ആണോ, ഹാവ് വിസിറ്റഡ് ആണോ? ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് ടെൻസിലാണ് പറയുക? ഏത് ടെൻസിലാ പറയുക? സിമ്പിൾ പ്രസന്റിലാ പറയുക. സോ ഇതല്ല ആൻസർ ഇസ് ഓപ്ഷൻ എ. വി വിസിറ്റ് ആർ ഗ്രാൻഡ് പാരന്റ്സ്. വിക്ക് പകരം ഐ ആയിരുന്നു എങ്കിലും വിസിറ്റേ വരുവുള്ളായിരുന്നു. ഷീ ആണെങ്കിൽ എന്ത് വന്നേനെ? ഷീ വിസിറ്റ്സ് എന്ന് വന്നേനെ. കാരണം സിംഗുലർ ആണ്. സിംഗുലർ ആവുമ്പം എസ് വരണം. അതിന്റെ കോഡ് എന്താ? അയ്യോ ദേവി എസ് വേണ്ടേ? അതായത് ഐ യു ദേ വി ഇത്രയും സാധനങ്ങൾക്ക് എസ് വേണ്ട. മനസ്സിലായോ? അപ്പൊ വിക്ക് എസ് വേണോ? വേണ്ട. അപ്പൊ വിസിറ്റ്സ് അല്ല, വിസിറ്റ് ആണ് വരിക. കേട്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ഡാഷ് ലിവ് ഇൻ ദാറ്റ് ബംഗ്ലോ ഇഫ് ഐ വർ റിച്ച്. ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ ആ ബംഗ്ലാവിൽ ജീവിച്ചേനെ. ഇത് ഇഫ് ക്ലോസ് ആണ് അല്ലെ. ഇഫ് ഉണ്ട് ഇവിടെ. ഇഫ് ഐ വർ റിച്ച് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാണുന്നില്ലെങ്കിൽ ഒന്നും കൂടി എഴുതാം. ഇഫ് ഐ വർ റിച്ച്. അപ്പൊ ഐയുടെ കൂടെ വേർ വന്നിട്ടുണ്ട്. അതായത് ഏത് ഇഫ് ക്ലോസ് ആണിത്? ഇഫ് സെക്കൻഡ് ടൈപ്പ് 2 ആണ് വരിക. ടൈപ്പ് 2 ആകുമ്പോൾ ഇവിടെ എന്ത് വരണം? ഇപ്പുറത്തെ സൈഡിൽ മെയിൻ ക്ലോസിൽ വുഡ് വരണം അല്ലെ. വുഡ് വരണം. സോ ഇഫ് ഐ വർ റിച്ച്, ഐ വുഡ് ലീവ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ വുഡ് ലീവ്. ആൻസർ ഓപ്ഷനിലില്ല, വുഡ് ലീവ് ആണ് വരിക. ഹാഡ് വന്നിരുന്നെങ്കിൽ അവിടെ വുഡ് ഹാവ് ലീവ്ഡ് വരുള്ളൂ. ഇഫ് ഐ വർ റിച്ച് എന്നേ ഉള്ളൂ. സോ ഐ വുഡ് ലീവ് ഇൻ ദാറ്റ് ബംഗ്ലാവ് ഇഫ് ഐ വർ റിച്ച്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്യാൻ യു ഡാഷ് മീ വേർ ഹി ലിവ്സ്. എന്നോട് പറയാമോ അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത്. സോ ക്യാൻ യു എന്ത് വരണം? ക്യാൻ യു ടെൽ മീ. ടെൽസ് മീ വേണ്ട, കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അയ്യോ ദേവി എസ് വേണ്ടേ? അതായത് എസ് വേണ്ട. സോ ടെൽസ് വേണ്ട, ടോൾഡ് വേണ്ട, ടെല്ലിംഗ് വേണ്ട. എപ്പോഴും ഓർക്കുക, നമ്മുടെ വുഡ് അല്ലെങ്കിൽ വിൽ
അതായത് മോഡൽ ഓക്സിലറീസിലെ വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മോഡൽ ഓക്സിലറീസിന്റെ കൂടെ എപ്പോഴും വരേണ്ടത് V1 ഫോം ഓഫ് ദി വെർബാണ്. അപ്പൊ യു ആയതുകൊണ്ട് അവിടെ എന്ത് വന്നു? ടെൽ വന്നു. സോ ക്യാൻ യു ടെൽ മീ വേർ ഹി ലിവ്സ്? ഓക്കെ, ശരി. ഇനി അടുത്ത നോക്കിക്കേ, നോബഡി ഡാഷ് വെൻ ഹി വിൽ അറൈവ്. നോബഡി ഡാഷ് വെൻ ഹി വിൽ അറൈവ്. അവൻ എപ്പോൾ വരും എന്ന് ആർക്കും അറിയില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺകോണിലായാലും ഓക്സിലറി വെർബിലായാലും നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, നൈദർ, നോർ, ഈച്ച്, എവ്രി ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ സിംഗുലർ വെർബ് അല്ലെങ്കിൽ സിംഗുലർ ഓക്സിലറി വരണം. മനസ്സിലായോ? അപ്പൊ അതാ ഒരു പാടി പഠിക്കുന്ന പോലെയാണ് നമ്മൾ പഠിപ്പിക്കുക. എങ്ങനെയാ അത് വരിക? എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, ഈച്ച്, എവ്രി, നൈദർ, നോർ അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ എന്ത് വരും? നമ്മളുടെ ഓക്സിലറി വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ എവ്രിബഡി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? സിംഗുലറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിംഗുലർ എന്ന് പറഞ്ഞാൽ അവിടെ എസ് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ രീതിയിലുള്ള ബൂസ്റ്റർ ക്ലാസ്സുമായിട്ട് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ എല്ലാ അധ്യാപകരും CSEB ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സുകളിൽ വളരെ ചെറിയൊരു ഫീസിനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബൂസ്റ്റർ ക്ലാസ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ആണ്. അതോടൊപ്പം തന്നെ ഈ ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾ പോകുന്നുള്ള വളരെ കുറച്ച് സീറ്റ്സ് മാത്രമാണുള്ളത്. കാരണം ബൂസ്റ്റർ ആണ്, ഒരുപാട് പേരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ ഇൻഹൗസ് കുട്ടികൾക്ക് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമാണ്. അപ്പോൾ പോന്നോളൂ. തിങ്കളാഴ്ച മുതൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. CSEB ബൂസ്റ്റർ 10 days റിവിഷൻ ബാച്ചിൽ 20 hour ക്ലാസ് ആണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ കാണാം. താങ്ക് യു.